പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ വിചാരിക്കുന്നത് വാല്യൂ സിസ്റ്റത്തിനെ പറ്റിയാണ്. അപ്പം നമ്മുടെയൊക്കെ യഥാർത്ഥ സ്വഭാവത്തിനെ കൺട്രോൾ ചെയ്യുന്നതാണ് വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്വാളിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നാം ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ വിലപ്പെട്ടതാട്ടോ. നമ്മൾ ഓരോരോ സമയത്ത് ഇപ്പം ഞാൻ ബാങ്കിൽ മാനേജറായിരിക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ട്രെയിനിങ്ങിൽ പറയുന്നതാണ് ക്യുക്കായിട്ടുള്ള ക്യുക്ക് ഡിസിഷൻ മേക്കർ ആയിരിക്കണം എന്ന് മാനേജർമാരൊക്കെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കും. പെട്ടെന്ന് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഡിസിഷൻസ് ഉണ്ടാവും നമുക്ക് ജീവിതത്തിൽ? ഗുഡ് ഡിസിഷൻ ഉണ്ട്, അതുപോലെ റൈറ്റ് ഡിസിഷൻ ഉണ്ട്, അതുപോലെ ബാഡ് ഡിസിഷനും ഉണ്ട് അല്ലേ? നമ്മൾ ജീവിതത്തിൽ ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യമായാലും ജോലീൻ്റെ കാര്യമായാലും എന്ത് കാര്യമായാലും നമ്മൾ എടുക്കുന്ന തീരുമാനം ശരിയാണെങ്കിൽ ഗുഡ് ഡിസിഷൻ, നല്ല ഡിസിഷൻ അല്ലേ, നല്ല തീരുമാനം. അതേപോലെ റൈറ്റ് ഡിസിഷൻ എന്താണ്? ശരിയായ തീരുമാനം. പിന്നെ ബാഡ് ഡിസിഷൻ, നമ്മൾ അറിയാതെ ചിലപ്പോഴൊക്കെ ബാഡ് ഡിസിഷൻ എടുത്തു പോകും അല്ലേ? ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ബാഡ് ഡിസിഷൻ എടുക്കുമ്പോൾ അതിൽ നമുക്ക് പണി കിട്ടുമെന്ന് ഉറപ്പാണ്. പക്ഷേ ജീവിതത്തിലെ റൈറ്റ് ഡിസിഷൻ എടുക്കാൻ നമുക്കൊക്കെ സാധിക്കണം. അത് കുറച്ച് റിസ്ക്കിയാണ്, പക്ഷെ അത് നമ്മുടെ വളർച്ചയെ, നമുക്ക് കൂടുതൽ വളർച്ചയിലേക്ക് നമ്മളെ അത് കൊണ്ടുപോകും. അപ്പോൾ നല്ല ക്വാളിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമുക്ക് ആർജവമുള്ളവരായിരിക്കണം അല്ലേ? ഈ ഇന്റഗ്രിറ്റിയാണ് ഇതിൻ്റെ ഇന്റഗ്രിറ്റി. വാല്യൂ സിസ്റ്റത്തിൽ ഇന്റഗ്രിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർജവം, സത്യസന്ധത, സംശുദ്ധി, സ്വഭാവ ദാർഢ്യം, ഇതൊക്കെയാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഒരു കാര്യമുണ്ട്, ഞാനിപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരാളെ വഴിയിൽ നിന്ന് കണ്ടു എന്നിരിക്കുക. വഴിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അയാളടുന്ന് മുഖം തിരിച്ച് പോകേണ്ട കാര്യമില്ല. അയാളെ നോക്കി ഒന്ന് ചിരിക്കാം, ഒന്ന് മന്ദഹസിക്കാം, അതിലൊരു തെറ്റൂല. അതാണ് നമ്മുടെ ഇന്റഗ്രിറ്റി അല്ലേ? നമ്മുടെ സംസ്കാരം അതാണ്. അപ്പം നമ്മൾ ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ നന്നായി പെരുമാറുക, അതാണ് ഒരു ഡിസിഷൻ. പിന്നെ നമ്മോട് അവർ സംസാരിക്കാൻ വന്നാലും നമ്മൾ യാതൊരു ഇതും കാണിക്കാതെ ചെയ്യണം. മോശമായി സംസാരിക്കുന്ന ആളുകളെ നമ്മൾ അതിന് റിയാക്ട് ചെയ്യരുത്. ഇപ്പം എന്നോടൊരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരാൾ പെട്ടെന്ന് അയാളെ ടോണ് മാറി, അയാൾ മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അയാൾ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ മിണ്ടാൻ പാടില്ല. കാരണം അതാണ് നമ്മുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത്, അന്തസ്. നമ്മളെ അന്തസ് നമ്മൾ എപ്പോഴും നമ്മളോട് എങ്ങനെ പെരുമാറിയാലും നമ്മളെ അന്തസ് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഞാൻ പ്രധാനമാണ്, അതാണ് ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ. എന്താണ്? ഞാൻ പ്രധാനമാണ്, എനിക്ക് എന്നോട് തന്നെ ബഹുമാനമാണ്. സെൽഫ് ഇമേജ് സെൽഫ് ഇമേജ് വീക്ക് ആണെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ മോശക്കാരാവും കേട്ടോ. നമുക്ക് മുന്നിൽ തന്നെ നമ്മൾ മോശക്കാരാവും. അപ്പൊ നമ്മുടെ ടോട്ടൽ ക്വാളിറ്റി സിസ്റ്റമിൽ നമുക്ക് വിശ്വാസം വേണം. അതാണ് നമ്മുടെ വാല്യൂ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ ഇന്റഗ്രിറ്റിയും ഡിഗ്നിറ്റിയും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്കെല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഇനി അടുത്ത ദിവസം കാണാം കേട്ടോ.